ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ സബോള അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ഇതേപോലെ ഏറ്റവും ചെറിയ ഹോളിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണിത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 5-6 പച്ചമുളക് വീട്ടിലുണ്ടായതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പകുതി തക്കാളി മതി, തക്കാളി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറുനാരങ്ങയുടെ പകുതി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി വളരെ സിമ്പിളാണ്. എല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ ഞെരടി യോജിപ്പിക്കാന്ന് പറയില്ലേ, അതേപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പം അതിനു മുമ്പ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വിനാഗിരി ചേർക്കണമെങ്കിൽ വിനാഗിരി ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്ക് നാരങ്ങ നീര് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നാറുള്ളത്. അപ്പോൾ വിനാഗിരിക്ക് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. പുളി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ചേർക്കുന്നത്. അപ്പം നാരങ്ങയുടെ കുരു ഒന്ന് മാറ്റി വെക്കണം വീണിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് നമ്മൾ വായിൽ കടിക്കുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി നന്നായിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്പിയെടുക്കണം. നല്ല പച്ചമുളകൊക്കെ നല്ലോണം അതിനകത്ത് ഞെരടി യോജിപ്പിക്കണം. അപ്പോഴാണ് ആ പുളിയും ഉപ്പും എരിവൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡിയാവും. ഇതുണ്ടല്ലോ, ചോറിൻ്റെ ഒപ്പം അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ കറി ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സാലഡ് അതിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഒരു ടേസ്റ്റ് വേറൊരു ലെവലാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.